Good morning all. എൻ്റെ ടോപ്പിക്ക് കമ്പോണൻസ് ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ് എൻവയോൺമെൻറ്റ്. ഇൻ്റർനാഷണൽ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒരു കമ്പനി അതിൻ്റെ ബിസിനസ് റൺ ചെയ്യുമ്പോൾ അതിന് സറൗണ്ടിങ് ആയിട്ട് പല തരത്തിലുള്ള എൻവയോൺമെൻറ്റ് വരുന്നുണ്ട്. സോഷ്യൽ എൻവയോൺമെൻറ്റ്, എക്കണോമിക്കൽ എൻവയോൺമെൻറ്റ്, പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്, കൾച്ചറൽ എൻവയോൺമെൻറ്റ്, അങ്ങനെ ഇത്തരത്തിലുള്ള എല്ലാ എൻവയോൺമെൻറ്റും കൂടി ചേർന്ന ഒന്നാണ് ഇൻ്റർനാഷണൽ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഞാൻ ഇന്നിവിടെ മെയിനായിട്ട് 4 എൻവയോൺമെൻറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്. External factors in technology that impact the business operations are known as technological environment. ടെക്നോളജിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ടേഴ്സ് നമ്മുടെ ബിസിനസ്സിൽ ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു എൻവയോൺമെൻ്റ് ആണ് ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് കംപ്രൈസസ് ദ ഫാക്ടേഴ്സ് റിലേറ്റഡ് ടു ദ മെറ്റീരിയൽസ് ആൻഡ് മെഷീൻസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചറിങ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെയോ സർവീസസിൻ്റെയോ മാനുഫാക്ചറിങ് തൊട്ട് ഒരു അൾട്ടിമേറ്റ് കസ്റ്റമറുടെ കയ്യിൽ എത്തുന്നവരെയുള്ള എല്ലാ പ്രോസസ്സിലും നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ആയിക്കോട്ടെ, മെഷീൻസ് ആയിക്കോട്ടെ, ടെക്നോളജിനെ റിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റിൽ കീഴിൽ വരും. The type of technology in use, the level of technological development, the speed with which new technologies are adopted, the type of technologies that are appropriated, etc. are important to business. അതായത് നമ്മൾ ഈ തരത്തിലുള്ള ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്, ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റിൻ്റെ ലെവൽ എത്രത്തോളമാണ്, നമ്മൾ പുതിയ പുതിയ ടെക്നോളജി വരുന്നതനുസരിച്ച് അത് അഡോപ്റ്റ് ചെയ്യുന്നതിൻ്റെ സ്പീഡ് എത്രത്തോളമാണ്, നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജി നമ്മുടെ ബിസിനസ്സിന് എത്രത്തോളം അപ്രോപ്രിയേറ്റ് ആണ്, ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ബിസിനസ്മാനെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. The impact of technology on international business environment was good or bad. International business environmental ടെക്നോളജിയുടെ ഇമ്പാക്റ്റ് ഗുഡ് ആവാം അല്ലെങ്കിൽ ബാഡ് ആവാം. സം പോസിറ്റീവ് എഫക്റ്റ് ആർ ഈസിയർ, ഫാസ്റ്റ് ആൻഡ് മോർ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ലെസ് വേസ്റ്റേജ്, മോർ എഫിഷ്യൻറ്റ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ്, എബിലിറ്റി ടു ഡെവലപ്പ് ന്യൂ ഇന്നോവേറ്റീവ് അപ്രോച്ചസ്. പോസിറ്റീവായിട്ടുള്ള എഫക്റ്റായിട്ട് അവർ പറയുന്നത് നല്ല സ്പീഡായിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനെ സഹായിക്കുന്നു, അതുപോലെ തന്നെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് മാനേജ്മെൻറ്റിനെ സഹായിക്കുന്നുണ്ട്. പുതിയ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അപ്രോച്ചസൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള എബിലിറ്റി നമുക്ക് ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റ് കൊണ്ട് ലഭിക്കുന്നുണ്ട്. വൈൽ നെഗറ്റീവ് might include increased unemployment, increased more dependency on technology, huge cost for implementing new technologies. നെഗറ്റീവായിട്ടുള്ളൊരു എഫക്റ്റ് പറയുകയാണെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് കൂടാനും അതുപോലെ തന്നെ ടെക്നോളജീനെ തന്നെ ഇങ്ങനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു നെഗറ്റീവ് എഫക്റ്റ് ആയിട്ട് അവർ പറയുന്നുണ്ട്. പിന്നെ പുതിയ പുതിയ ടെക്നോളജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് നമുക്ക് നല്ല ഹ്യൂജ് കോസ്റ്റ് അതിനെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു നെഗറ്റീവ് എഫക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റും. So the businessman must closely monitor the technological changes and these changes implemented in his business for the survival and development. ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാൻഡമിക് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ്. അപ്പോൾ നമ്മുടെ എല്ലാ സെക്ടറും, എഡ്യൂക്കേഷൻ ആയാലും ബിസിനസ് ആയാലും ഈവൻ നമ്മുടെ ഡേ ടു ഡേ ലൈഫ് ആയാലും ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ടെക്നോളജീനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു ബിസിനസ്മാൻ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ വരുന്ന ടെക്നോളജിക്കലായിട്ടുള്ള ചേഞ്ചസ് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുകയും അത്തരം ചേഞ്ചസ് അതിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് എന്താണോ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ കൊണ്ടുവരികയും ചെയ്താലാണ് കോമ്പറ്റേറ്റീവ്സുമായിട്ട് അദ്ദേഹത്തിനെ ഒന്ന് കോമ്പീറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഇൻഡസ്ട്രിയിൽ അദ്ദേഹത്തിനെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ, സർവൈവൽ ഉണ്ടാവുള്ളൂ, അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻ്റർനാഷണൽ ബിസിനസ് എൻവയോൺമെൻറ്റിൽ ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റിന് അതിൻ്റേതായിട്ടുള്ളൊരു പ്രാധാന്യമുണ്ട്. ഇനി നെക്സ്റ്റ് വൺ, economic environment. The economical environment can be described as the global economical factors that are outside of the control of individual organization but that can be affect the way that business operate. അതായത് ഒരു ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻ്റെ കൺട്രോളിന് പുറത്ത് വരുന്നതും എന്നാൽ നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കുന്നതുമായിട്ടുള്ള എല്ലാ എക്കണോമിക്കൽ ഫാക്ടേഴ്സും ഉൾക്കൊള്ളുന്ന ഒരു എൻവയോൺമെൻ്റ് ആണ് എക്കണോമിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. എക്കണോമിക്കൽ കണ്ടീഷൻസ്, എക്കണോമിക്കൽ പോളിസീസ്, എക്കണോമിക്കൽ സിസ്റ്റം ആർ ഇമ്പോർട്ടൻറ്റ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ എക്കണോമിക്കൽ എൻവയോൺമെൻറ്റ് ഓഫ് എ ബിസിനസ്. ഒരു എക്കണോമിക്കൽ എൻവയോൺമെൻറ്റിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിൽ എക്കണോമിക്കൽ കണ്ടീഷൻസ്, അതായത് ബൂം പീരീഡ്, റിസഷൻ പീരീഡ്, അങ്ങനെയുള്ള പല പല എക്കണോമിക്കൽ കണ്ടീഷൻസ്, എക്കണോമിക്കൽ പോളിസി, ഇൻഡസ്ട്രിയൽ പോളിസി, കൊമേഴ്സ്യൽ പോളിസീസ്, എക്കണോമിക്കൽ സിസ്റ്റം, അങ്ങനെ ഇതാണ് മെയിനായിട്ടുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എക്കണോമിക്കൽ എൻവയോൺമെൻറ്റിനെ സംബന്ധിച്ച്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സാണ് ഒരു എക്കണോമിക് എൻവയോൺമെൻറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് സഹായിക്കുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ദ എക്കണോമിക് എൻവയോൺമെൻറ്റ് ക്യാൻ ബി വെരി ഡിഫറെൻറ്റ് ഫ്രം വൺ നാഷൻ ടു അനദർ. നമുക്കറിയാം ഓരോ നാഷൻ
ഡിസ്ട്രിബ്യൂഷൻ്റെയും എക്കണോമിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ബേസ്ഡ് ഓൺ ദ എക്കണോമിക്കൽ എക്സ്പെക്ടേഷൻ ഇന്റർനാഷണൽ ബിസിനസ് ഡിസൈഡ് വാട്ട് പ്രൊഡക്റ്റ് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൈസ് ദം, ഹൗ മെനി പീപ്പിൾ ടു എംപ്ലോയ് ആൻഡ് ഹൗ മച്ച് ടു എക്സ്പാൻഡ് ദ ബിസിനസ്, സോ ഓൺ. അപ്പോൾ നമ്മൾ നമ്മുടെ എക്കണോമിക്കൽ എക്സ്പെക്ടേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇന്റർനാഷണൽ ബിസിനസ് ഏത് തരത്തിലുള്ള പ്രൊഡക്റ്റാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, എത്രത്തോളമാണ് അതിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യേണ്ടത്, എത്രത്തോളം പീപ്പിൾസിനാണ് നമ്മൾ അത് ആ ഒരു വർക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ തീരുമാനിക്കാനായിട്ട് സഹായിക്കുന്നത് എക്കണോമിക്കായിട്ടുള്ള എക്സ്പെക്ടേഷൻസ് ആണ്. സോ ദ പ്രോപ്പർ അവെയർനെസ് ഓഫ് എക്കണോമിക്കൽ എൻവയോൺമെന്റ് ഹാവ് എ വൈറ്റൽ ഇമ്പോർട്ടൻസ് ഫോർ ദ സക്സസ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ്. അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ബിസിനസ് എൻവയോൺമെന്റിൽ നമുക്ക് എക്കണോമിക്കൽ എൻവയോൺമെന്റിനെ കുറിച്ച് പ്രോപ്പർ ആയിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇനി നെക്സ്റ്റ് വൺ, ട്രേഡ് എൻവയോൺമെന്റ്. ട്രേഡ് എൻവയോൺമെന്റ് ഈസ് ദ സം total of all external forces working upon the firm as it goes out its affairs in foreign and domestic market. ട്രേഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫേമിന്റെ എല്ലാ എക്സ്റ്റേണൽ ആയിട്ടുള്ള വർക്കിംഗ് ഫോഴ്സസിന്റെയും ഒരു സമ്മാണ് നമ്മുടെ ട്രേഡ് എൻവയോൺമെന്റ്. ഈ എല്ലാ എക്സ്റ്റേണൽ ഫോഴ്സസിനെയും നമ്മൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഒരു ഫേം അതിന്റെ ഡൊമസ്റ്റിക് മാർക്കറ്റിലും അതുപോലെ തന്നെ ഫോറിൻ മാർക്കറ്റിലും റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ എക്സ്റ്റേണൽ ഫോഴ്സസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അതിന്റെ ട്രേഡ് എൻവയോൺമെന്റിന്റെ പോസിറ്റീവായിട്ടുള്ള എഫക്ട്സ് ആണ് സപ്പോർട്ടിംഗ് എക്കണോമിക്കൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, സോഷ്യൽ വെൽഫെയർ, ഒപ്റ്റിമൽ യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, ഓപ്പൺ മാർക്കറ്റ് ക്യാൻ ഇംപ്രൂവ് ആക്സസ് ന്യൂ ടെക്നോളജീസ് ദാറ്റ് ടു മേക്ക് ലോക്കൽ പ്രൊഡക്ഷൻ മോർ എഫിഷ്യന്റ്. പോസിറ്റീവായിട്ടുള്ള ഒരു എഫക്റ്റ് പറയുന്നത് എക്കണോമിക്കൽ ഡെവലപ്മെന്റ് ഉണ്ടാവാനും ഗ്രോത്ത് ഉണ്ടാവാനൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ വെൽഫെയറിനും നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് ഒപ്റ്റിമലായിട്ട് നമുക്ക് യൂസ് ചെയ്യാനും, പിന്നെ നമ്മുടെ ഓപ്പൺ മാർക്കറ്റിനെ ന്യൂ ടെക്നോളജീസ് ഈസി ആയിട്ട് ആക്സസ് ചെയ്യുന്നത് ഇമ്പ്രൂവ് ചെയ്യാനും, അതുവഴി നമ്മുടെ ലോക്കൽ പ്രൊഡക്ഷൻ പ്രോസസ്സ് കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ട് മാറാനും ഒക്കെ നമ്മുടെ ട്രേഡ് എൻവയോൺമെൻറ്റ് നമ്മളെ സഹായിക്കുന്നുണ്ട്. നെഗറ്റീവ് എഫക്റ്റ്, ഇൻക്രീസ് ഓഫ് പോപ്പുലേഷൻ, degrading natural resources, political risk, danger to international and internal peace. അതായത് പൊല്യൂഷൻ ഉണ്ടാവാനും നാച്ചുറൽ റിസോഴ്സസിന്റെ ഡീഗ്രഡേഷനും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു റിസ്ക് ഒക്കെ ട്രേഡ് എൻവയോൺമെന്റിൽ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇന്റേണൽ ആയിട്ടുള്ള പീസ് ഇല്ലാതാക്കാനും അതുപോലെ തന്നെ ഇന്റർനാഷണൽ ആയിട്ടുള്ള പീസ് ഇല്ലാതാക്കാനൊക്കെ ഒരു പക്ഷെ നമ്മുടെ ട്രേഡ് എൻവയോൺമെന്റ് ഒരു നെഗറ്റീവ് എഫക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി ട്രേഡ് എൻവയോൺമെന്റ് ഫോഴ്സസ് ആണ്. First one, political environment forces. It refers to the influence of the system of government, judiciary in a nation ഓൺ ഇന്റർനാഷണൽ ബിസിനസ്. അതായത് ഓരോ രാജ്യത്തിൻ്റെയും ഗവൺമെൻറ്റിൻ്റെ സിസ്റ്റം എങ്ങനെയാണ് അല്ലെങ്കിൽ അതിൻ്റെ നീതിന്യായ വ്യവസ്ഥ എങ്ങനെയാണ്, ഇതിൻ്റെ എല്ലാം ഒരു ഇൻഫ്ലുവൻസ് ആണ് നമ്മുടെ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് ഫോഴ്സസിൽ വരിക. Next one, economical environment forces. It refers to the various economical factors which have impact on the international trade. നമ്മൾ പറഞ്ഞു എക്കണോമിക്കൽ എൻവയോൺമെൻറ്റിൽ ചില എക്കണോമിക്കൽ ഫാക്ടേഴ്സ് വരുന്നുണ്ട്, അതായത് എക്കണോമിക്കൽ കണ്ടീഷൻസ്, എക്കണോമിക്കൽ പോളിസീസ്, എക്കണോമിക്കൽ സിസ്റ്റംസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഫാക്ടേഴ്സ് എല്ലാം കൂടി ചേർന്ന ഒന്നാണ് എക്കണോമിക്കൽ എൻവയോൺമെൻറ്റ്. അപ്പോൾ ഇതിനെല്ലാം നമ്മുടെ ട്രേഡ് എൻവയോൺമെൻറ്റിൽ ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിന് അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. നെക്സ്റ്റ് വൺ ആണ് കൾച്ചറൽ എൻവയോൺമെന്റ് ഫോഴ്സസ്. ദീസ് ഫോഴ്സസ് ഹെൽപ്പ് ദ ബിസിനസ്മാൻ കമ്മ്യൂണിക്കേറ്റ് ആൻഡ് ട്രേഡ് വിത്ത് അതേഴ്സ് സക്സസ്ഫുള്ളി ഫ്രം വൺ കൾച്ചർ ടു അനദർ കൾച്ചർ. അതായത് ഇപ്പം നമ്മുടെ ട്രേഡ് എൻവയോൺമെന്റിൽ ഈ ഒരു കൾച്ചറൽ എൻവയോൺമെന്റ് ഫോഴ്സ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബിസിനസ് നടത്തുന്നത് പല രാജ്യങ്ങളുമായിട്ടാണ്. അപ്പോൾ അവിടുത്തെ കൾച്ചർ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ്മാനെ സംബന്ധിച്ച് ഈ കൾച്ചറൽ എൻവയോൺമെന്റ് ഫോഴ്സ് അവരെ സഹായിക്കുകയാണ്. അയാളുടെ കൾച്ചറിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കൾച്ചറായിട്ടുള്ള ഒരു രാജ്യത്തെ ബിസിനസ്സുമായിട്ട് ബിസിനസ് ചെയ്യാനായിട്ട് അയാളെ സഹായിക്കുന്ന ഒന്നാണ് അയാളുടെ കൾച്ചറൽ എൻവയോൺമെന്റ് ഫോഴ്സസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് ഫോഴ്സസ്. ഇറ്റ് ഹാവ് ഓൾസോ ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് ഓൺ ദ ട്രേഡ് എൻവയോൺമെന്റ് ഇൻ ഇന്റർനാഷണൽ ബിസിനസ് എൻവയോൺമെന്റ്. അപ്പോൾ ടെക്നോളജിക്കൽ എൻവയോൺമെന്റിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് നമ്മുടെ ട്രേഡ് എൻവയോൺമെൻറ്റിൽ ഉണ്ടെന്നാണ് പറയുന്നത്. ഇ കൊമേഴ്സ്, ടെലികമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ടെക്നോളജി ട്രാൻസ്ഫർ, മാർക്കറ്റ്, പ്രൊഡക്ഷൻ ആർ ദ 6 ways to ടെക്നോളജി ഹാസ് ഫെസിലിറ്റേറ്റഡ് ഇന്റർനാഷണൽ ബിസിനസ്. ഈ 6 രീതിയിലൂടെയാണ് ടെക്നോളജി അതിൻ്റെ ഇന്റർനാഷണൽ ബിസിനസ് നമുക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്.
ഇനി നെക്സ്റ്റ് വൺ ആണ് നാച്ചുറൽ എൻവയോൺമെൻറ്റ്. നാച്ചുറൽ എൻവയോൺമെൻറ്റ് മീൻസ് ഓൾ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ഒക്കറിങ് നാച്ചുറലി ഓൺ എർത്ത്. നാച്ചുറൽ എൻവയോൺമെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭൂമിയിലെ ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ട ഒന്നാണ് നാച്ചുറൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ജിയോഗ്രഫിക്കൽ ആൻഡ് ഇക്കോളജിക്കൽ ഫാക്ടേഴ്സ്, വെതർ ആൻഡ് ക്ലൈമറ്റ് കണ്ടീഷൻ, ടോപ്പോഗ്രാഫിക്കൽ ഫാക്ടേഴ്സ്, ലൊക്കേഷണൽ ആസ്പെക്ട്സ് ഇൻ ദ എൻവയോൺമെൻറ്റ് ആർ ഇമ്പോർട്ടൻറ്റ് ടു ബിസിനസ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ ഒരു നാച്ചുറൽ എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം തന്നെ നമ്മുടെ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. Degradation of natural environment means a reduction in the quality of environment due to man-made and natural factors. അതായത് ഇപ്പോൾ നമ്മൾ കൂടുതലും ചർച്ച ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ഡീഗ്രഡേഷൻ ഓഫ് നാച്ചുറൽ എൻവയോൺമെൻറ്റ്. എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ്റെ പ്രവർത്തികൾ മൂലവും അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടും നമ്മുടെ എൻവയോൺമെൻറ്റിന് ഒരു ക്വാളിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പ്യൂരിറ്റി ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഡീഗ്രഡേഷൻ ഓഫ് നാച്ചുറൽ എൻവയോൺമെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ചലഞ്ചസ് ഓഫ് നാച്ചുറൽ എൻവയോൺമെൻറ്റ്. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇന്നത്തെ ഈ ഒരു കാലത്ത് നാച്ചുറൽ എൻവയോൺമെൻറ്റിന് ബിസിനസ്സിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ അതിന് പലതരത്തിലുള്ള ചലഞ്ചസ് ഉണ്ട്. ഫസ്റ്റ് വൺ നാച്ചുറൽ ഡിസാസ്റ്റർ. നമുക്കറിയാം ഇപ്പോൾ 2-3 വർഷങ്ങളായിട്ട് നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളായാലും മറ്റ് ചില രാജ്യങ്ങളായാലും ഫ്ലഡ് പോലുള്ള കുറേ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ നാച്ചുറൽ എൻവയോൺമെൻറ്റിനെ സംബന്ധിച്ച് അതൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ഫാക്ടറാണ്. ആ ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ വരുമ്പോൾ അതിനൊക്കെ മറികടന്നിട്ട് വേണം നമ്മൾ നമ്മുടെ ബിസിനസ് നടത്തിക്കൊണ്ടു പോകാൻ. അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച്, ഈ നാച്ചുറൽ ഡിസാസ്റ്ററിൻ്റെ അതുപോലെ തന്നെ വളരെ ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ചലഞ്ചിങ് ഫാക്ടറാണ് ക്ലൈമറ്റ് ചേഞ്ച്. മാറി വരുന്ന ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിന് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ബിസിനസ് ഇൻഡസ്ട്രീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഈ ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ അത് അവരെ സംബന്ധിച്ച് വളരെ റിസ്ക്കാണ്, ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. നെക്സ്റ്റ് വൺ പ്രൊവൈഡിങ് റോ മെറ്റീരിയൽസ്. നമ്മുടെ പല ബിസിനസ്സും എന്താ പറയുക ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടെ മെയിൻ ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് നാച്ചുറൽ റിസോഴ്സസ് ആണ്. അപ്പോൾ നാച്ചുറൽ റിസോഴ്സസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കും തോറും അതിങ്ങനെ കുറഞ്ഞു വരുന്ന പ്രവണതയാണ്. അപ്പോൾ അതും ഈ പറയുന്ന പോലെ നാച്ചുറൽ എൻവയോൺമെൻറ്റിനെ സംബന്ധിച്ച് അതിൻ്റേതായിട്ടുള്ള ഒരു ചാലഞ്ചിങ് ആണ്. നമ്മളത് നാച്ചുറൽ ആയിട്ടുള്ള ഈ റോ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യണമെന്ന് പറയുന്നത് ഒരു ചലഞ്ചിങ് തന്നെയാണ്. അതുപോലെ തന്നെ ആക്സസ് ടു വാട്ടർ വേസ്, എയർ ക്വാളിറ്റി ഇഷ്യൂസ്, ഇതൊക്കെ നാച്ചുറൽ എൻവയോൺമെൻറ്റിനെ സംബന്ധിച്ച് അതിൻ്റെ ചലഞ്ചിങ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ടോപ്പിക്ക്. ഇന്ന് മെയിനായിട്ട് 4 എൻവയോൺമെൻറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്, എക്കണോമിക്കൽ എൻവയോൺമെൻറ്റ്, നാച്ചുറൽ എൻവയോൺമെൻറ്റ്. നമ്മൾ പിന്നെ അതുകൂടാണ്ട് പറഞ്ഞത് ട്രേഡിംഗ് എൻവയോൺമെൻ്റ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 4 എൻവയോൺമെൻറ്റിനെയും നമ്മുടെ ഇൻ്റർനാഷണൽ ബിസിനസ് എൻവയോൺമെൻറ്റിൽ അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ഈ എൻവയോൺമെൻറ്റിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് പ്രോപ്പർ അവയർനെസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് നമ്മുടെ ബിസിനസ് അതനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമാണ് നമുക്ക് ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് പറ്റുള്ളൂ, സക്സസ് ആവാൻ പറ്റുള്ളൂ. താങ്ക് യു ഓൾ.